ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന തരത്തിൽ ചില സംശയങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നു. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള മേഖലയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അവിടെയുള്ള ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി മേഖല. ഈ മേഖലയിലേക്ക് നമ്മൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ചില യുദ്ധവിമാനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നു. എന്തോ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. നമുക്കറിയാം, റഷ്യയെ സംബന്ധിച്ച് റഷ്യ നിർമ്മിച്ച ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. നമ്മളത് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ കിഴക്കൻ ലഡാക്ക് ഉൾപ്പെടെയുള്ള ചില തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സജ്ജമാക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഈ സിലിഗുരി മേഖലയിലേക്ക് ഈ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട്. അതായത് ചൈനയുടെ ഭാഗത്തു നിന്ന് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വ്യോമ മേഖല, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ശക്തമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. മാത്രമല്ല, നമ്മളുടെ ചില യുദ്ധവിമാനങ്ങളും അങ്ങോട്ടേക്ക് നീങ്ങുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 22 കിലോമീറ്ററോളം വീതിയുള്ള ഒരു മേഖലയാണ് ഈ സിലിഗുരി ഇടനാഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖല ബംഗ്ലാദേശ് ചൈനയ്ക്ക് കൊടുക്കാനായിട്ട് ചില പദ്ധതികളുണ്ട്. അതായത് നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ ലാൻഡ് ലോക്ക്ഡ് ആണെന്നും ബംഗാൾ ഉൾക്കടലുമായി യാതൊരു ബന്ധവുമില്ല എന്നും മുഹമ്മദ് യൂനിസ് അടുത്തിടെ ചൈനയിൽ പോയപ്പോൾ ഷീ ജിൻപിങ്ങിനെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഭാഗത്ത് ചൈനയ്ക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിത്തരാം. ആ രീതിയിലാണെങ്കിൽ വലിയ ഒരു കൂട്ടായ്മ നമ്മൾക്കിടയിൽ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. ഇതിനകത്തൊരു അപകടമുണ്ട്. അതായത് അമേരിക്കയും ഇന്ത്യയും ബംഗ്ലാദേശിനെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചൈനയുമായി കൂട്ടുകൂടുമെന്ന് ഈ മുഹമ്മദ് യൂനിസ് ഒരു പരോക്ഷമായ സൂചന നൽകുകയാണ്. ഇത് ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. എപ്പോഴാണ് ചൈനയുടെ നിലപാട് മാറുന്നതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഗൗരവമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായക സ്ഥാനമുള്ള ഈ മേഖലയിൽ ഇപ്പോൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് ധാക്കയിൽ ഈ 2025 ഏപ്രിൽ ആകുമ്പോഴേക്കും വടക്കൻ ലാൽമോനിർഹത്ത് ജില്ലയിൽ ഒരു ചൈനീസ് പിന്തുണയുള്ള വ്യോമത്താവളം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പോൾ നമ്മളിത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് സമീപത്തുള്ള ഹാഷിമാര എയർബേസിലേക്ക് നമ്മളുടെ യുദ്ധവിമാനങ്ങളൊക്കെ അയക്കുന്നുണ്ട്. മാത്രമല്ല, ആ മേഖലയിൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കുന്നുണ്ട്. അപ്പോൾ റഷ്യൻ നിർമ്മിതമായ S-400 എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഉക്രൈൻ റഷ്യക്ക് നേരെ ആക്രമണം നടത്തി, അന്ന് ഈ S-400 ഒന്നും കണ്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എല്ലാ സ്ഥലത്തും റഷ്യ ഇത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കിയിട്ടില്ല. മാത്രമല്ല, ഈ റഷ്യ അവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് ഉക്രൈനെതിരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം ദുർബലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ അവിടെ ഇത് കൊണ്ടുവെക്കുന്നത് ഏതാണ്ട് 400 കിലോമീറ്റർ അകലെ നിന്ന് പോലുമുള്ള ലക്ഷ്യത്തിൽ നിന്ന് വരുന്ന മിസൈലുകളെ, റോക്കറ്റുകളുടെ ആക്രമണത്തെയൊക്കെ പൂർണ്ണമായും തടയുക, അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ലാൻഡ് ലോക്ക്ഡ് എന്ന് പറയുന്ന ആ മേഖലയുടെ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പെട്ടെന്ന് ചൈന ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടാം. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി വഴി ചൈനയുടെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഈ ഇന്ത്യൻ സംയോജിത പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രഹ്മോസ് മിസൈലുകളും അവിടെ വിന്യസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഏതാണ്ട് 300 മുതൽ 500 കിലോമീറ്റർ ചുറ്റളവിലുള്ള കര സമുദ്ര ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ പറ്റിയ മിസൈലുകളാണ്. അപ്പോൾ ബ്രഹ്മോസിനെയും നമ്മൾ പതുക്കെ അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പം വളരെ വേഗത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇത് ഇന്ത്യക്ക് സഹായകമാകും. സിലിഗുരി ഇടനാഴിയിലുടനീളം ഒരു ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഒരു ആക്രമണത്തിൻ്റെ, ഒരു യുദ്ധത്തിൻ്റെയൊക്കെ പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പം ഇത് മാത്രമല്ല, നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുരാജ്യങ്ങളിൽ നിന്നോ ഒരു ആക്രമണം ഉണ്ടായാൽ സിലിഗുരി ഇടനാഴിയിലുടനീളം നമ്മൾ ഈ പറയുന്ന ഒരു ആകാശ് മീഡിയം റേഞ്ച് സിസ്റ്റമുണ്ട്. അതായത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സംവിധാനമാണ്. കൂടാതെ താഴ്ന്നു പറക്കുന്ന ഭീഷണികളെ നേരിടാനായി വെരി ഷോർട്ട് എയർ റേഞ്ച് ഡിഫൻസ്
എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് രണ്ടും വിന്യസിച്ചു. അപ്പോൾ ഡ്രോൺ ഉൾപ്പെടെയുള്ള ആധുനിക യുദ്ധതന്ത്രങ്ങൾ അവിടെ പ്രയോഗിക്കപ്പെട്ടാൽ അതിനെ പോലും നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ചിക്കൻ നെക്ക് മേഖല നേരത്തെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ അത്ര ഗൗരവത്തോടെ കണ്ടില്ല. ഇപ്പോൾ AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് ആ മേഖലയിൽ ഒരു റോഡ് നിർമ്മിക്കാൻ പോലും നമുക്ക് ഭയമായിരുന്നു. പക്ഷേ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി മേഖലയിൽ നമ്മൾ പുതിയ പുതിയ റോഡുകൾ നിർമ്മിക്കും, പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തുറമുഖത്തിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം ബംഗ്ലാദേശ് ഏതെങ്കിലും തരത്തിൽ നമ്മൾക്കെതിരെ നിലപാടെടുത്താൽ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ഇപ്പം ചൈനയെ സംബന്ധിച്ച് വൻതോതിലാണ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഈ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും ഇത് മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ട്രംപിൻ്റെ ഉപരോധം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ പറയുന്ന ടാക്സ് വർദ്ധിപ്പിച്ച നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വിറ്റഴിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ വേണം. അപ്പം ഈ ബംഗ്ലാദേശിൻ്റെ വാക്ക് കേട്ട് പെട്ടെന്ന് ചൈന ഇന്ത്യക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അവരുടെ ട്രേഡിനെ അത് ബാധിക്കും. അതുണ്ടാകാതിരിക്കാനുള്ള നിലപാട് ചൈന സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചൈന എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ചില ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളൊക്കെ പാർട്സ് ആയിട്ട് ചൈനയിലേക്ക് കയറ്റി അയക്കുന്നു. അതായത് ചൈന കുറച്ച് പാർട്സ് നിർമ്മിക്കുന്നു, ഇന്ത്യ ബാക്കി പാർട്സ് കൂടെ നിർമ്മിച്ച് പിന്നീട് അത് അസംബിൾ ചെയ്തിട്ട് ശേഷമായിരിക്കും ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് ആയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാര ബന്ധം കുറച്ചുകൂടി ഊഷ്മളമായി. അപ്പോൾ മുഹമ്മദ് യൂനിസ് ചൈനയിൽ ചെന്ന് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയും ചൈന അവർക്ക് നൽകിയ സാമ്പത്തിക സഹകരണത്തിന് അതുപോലെ തന്നെ വായ്പകൾക്കൊക്കെ ഇളവ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിന് പ്രത്യുപകാരം എന്ന നിലയിലാണ് സിലിഗുരി മേഖലയിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്നും താരതമ്യേന കുറഞ്ഞ കൂലി കൊടുത്താൽ ബംഗ്ലാദേശിൽ നിന്ന് നിരവധി തൊഴിലാളികളെ കിട്ടുമെന്നും ഒക്കെ പറഞ്ഞ് ഷീ ജിൻപിങ്ങിനെ അങ്ങോട്ടേക്ക് ആകർഷിച്ചു. പക്ഷേ ഷീ ജിൻപിങ്ങിന് ഈ തന്ത്രം മനസ്സിലായി. കാരണം അവരുടെ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പദ്ധതിയുമായി വന്ന് വൻതോതിൽ പണമൊക്കെ നിക്ഷേപിച്ച് പിന്നീട് ആ രാജ്യത്തെ കടക്കണിയിലാക്കി അവർക്കൊപ്പം ചേർക്കുന്ന തന്ത്രമാണ് ചൈന എപ്പോഴും നടപ്പാക്കുന്നത്. ഇത് തന്നെ പാകിസ്ഥാനിലും പ്രയോഗിച്ചിരുന്നു. അവിടെ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് വൻതോതിൽ പണം നിക്ഷേപിച്ചു. ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നു, അതുപോലെ തൊട്ടടുത്തൊരു എയർപോർട്ട് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇത് ബലൂചിസ്ഥാൻ മേഖലയിലായതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഈ ചൈനയ്ക്കും പാക് ആർമിക്കും എതിരായി. അങ്ങനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സായുധ വിഭാഗം ഈ ചൈനക്കാരെ എവിടെ വെച്ച് കണ്ടാലും വെടിവെച്ച് കൊല്ലുന്ന സ്ഥിതിയിലായി. അപ്പോൾ വൻതോതിൽ പണമിറക്കിയ ചൈനയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടി. അവർക്കോ അല്ലെങ്കിൽ പാക് ആർമിക്കോ അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഇനി സംരക്ഷണത്തിനായിട്ട് ചൈനീസ് പട്ടാളക്കാരെ അവിടെ കൊണ്ടുവരണമെന്ന് വെച്ചു. അപ്പോഴും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയത്തില്ല. കാരണം BLAക്ക് പരോക്ഷമായി സപ്പോർട്ട് നൽകുന്നത് റോ ആണെന്ന് പാകിസ്ഥാൻ നേരത്തെ മുതൽ ആരോപിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ ഒരു സഹായം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചൈന അവിടെ പോയി ആർമി ഇറക്കുന്നത് അപകടകരമായ ഒരു സാഹചര്യമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഓരോ രാജ്യത്തെയും പട്ടാളക്കാർ മറ്റ് രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിക്കാൻ പോകുന്നുണ്ട്. അത് UN-ൻ്റെ നിർദ്ദേശം അനുസരിച്ച് സമാധാന സേന എന്ന് പറഞ്ഞാൽ പോകുന്നത്. അല്ലാതെ പലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഇന്ത്യയോ പാകിസ്ഥാനോ ഒന്നും പട്ടാളത്തെ അയക്കില്ല. അല്ലെങ്കിൽ റഷ്യ ഉക്രൈനും യുദ്ധം നടക്കുമ്പോൾ അവിടേക്ക് നമ്മൾ ആർമി അയക്കില്ല. അപ്പോൾ ഇവിടെ ചില ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഈ ബംഗ്ലാദേശിൻ്റെ ആ കെണി മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മുഹമ്മദ് യൂനിസിനും മനസ്സിലായി ചൈന തങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും കേൾക്കില്ല. പക്ഷേ ഒരു കാലത്തും നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാണ് അവർ നിലപാട് മാറ്റുന്നതെന്നും എപ്പോഴാണ് ഇന്ത്യക്കെതിരെ തിരിയുന്നതെന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ S-400 പോലെയുള്ള റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ സെറ്റ് ചെയ്യുന്നത്. പണ്ട് ഇത് വാങ്ങുന്ന സമയത്ത് നമ്മൾ കരുതിയത് ഇപ്പം ലഡാക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്ത്, അതുപോലെ കടൽ തീരം ഏറെയുള്ള ദക്ഷിണേന്ത്യൻ മേഖലയിൽ ഇതൊക്കെ സ്ഥാപിക്കുമെന്നാണ്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സിലിഗുരി മേഖലയിലേക്ക് നമ്മൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ടുപോയി. കാരണം മുൻപ് ഒരു കാലത്തും ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് ഇത്തരം ഭീഷണി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കാശ്മീർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പോലും വ്യോമ മേഖലയിലൂടെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നില്ല. അതായത് മിസൈൽ അയക്കുകയോ റോക്കറ്റ് അയക്കുകയോ ഒന്നും ചെയ്യില്ല, ആളുകൾ നുഴഞ്ഞു കയറുകയുള്ളൂ. അപ്പം വളരെ പെട്ടെന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ S-400, നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്ന വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, ആകാശ് മീഡിയം റേഞ്ച് സിസ്റ്റം തുടങ്ങിയവയൊക്കെ തന്നെ നമ്മളവിടെ സജ്ജീകരിച്ചു.
മാത്രവുമല്ല നമ്മളവിടെ ബ്രഹ്മോസ് മിസൈൽ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളുടെ ചില വിമാനങ്ങളുടെ സ്ക്വാഡ്രൺ, അതായത് നമ്മുടെ ഈ പറയുന്ന റഫേൽ മൾട്ടി റോൾ ഫൈറ്ററുകളുടെ സ്ക്വാഡ്രൺ അങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ തന്ത്രപരമായ ഒരു വ്യോമ സാന്നിധ്യം സിലിഗുരി മേഖലയിൽ നമ്മൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ ശത്രുക്കളുടെ കടന്നുകയറ്റം ഉണ്ടെങ്കിൽ നമ്മളുടെ ആക്രമണം അവർ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്ക് അതിനേക്കാളും വേഗത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇന്ത്യൻ ആർമി വളരെ തന്ത്രത്തോടെ അല്ലെ വളരെ ശക്തമായ ഒരു ചൂടുവയ്പ്പാണ് ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നത്. അപ്പോൾ ചൈനീസ് ആർമിക്ക് പാകിസ്ഥാനിൽ നിന്നുണ്ടായതുപോലെയുള്ള ഒരു തിരിച്ചടി ഇവിടെ നിന്നുണ്ടാകാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ചൈന വൻതോതിൽ പണം നിക്ഷേപിക്കുന്നു, ചൈനീസ് ആർമി അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതെല്ലാം ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ഗൗരവത്തോടെ കാണണം. കാരണം ഇപ്പം മ്യാൻമറിലടക്കം വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ സേന അങ്ങോട്ടേക്ക് എത്തുകയും ആശുപത്രി സംവിധാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഈ പ്രവർത്തനങ്ങൾ ചൈന കണ്ടു മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ആക്രമണത്തിലേക്ക് ഇവർ വരില്ല. മാത്രമല്ല ഈ ബലൂചിസ്ഥാൻ മേഖല, അതുപോലെ തന്നെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന മേഖല, ഇതൊക്കെ തന്നെ എപ്പോൾ വേണമെങ്കിലും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തയ്യാറായി നിൽക്കുന്ന കാര്യം ചൈനയും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എയർ സ്ട്രൈക്കിന് ചൈന തയ്യാറാകില്ല. പക്ഷേ നമ്മളിത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് S-400 ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നു, റഫേൽ യുദ്ധവിമാനങ്ങളെ അവിടെ എത്തിക്കുന്നു, ബ്രഹ്മോസ് മിസൈൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഈ സിലിഗുരി ഇടനാഴി ഒരു ശക്തമായ സംരക്ഷണ വലയത്തിലാക്കി ഇന്ത്യ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെങ്കിൽ ഇന്ത്യ സർക്കാരിന് അല്ലെ ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായ ചില സൂചനകൾ, ചില രഹസ്യമായ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബംഗ്ലാദേശ് അതിർത്തിയിൽ, ചൈനീസ് അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് അവർ സജ്ജരാവുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇന്ത്യ അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മുന്നോട്ടേക്ക് നീക്കുന്നു എന്നാണ് ഏറെ ഗൗരവമുള്ള വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.